നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത വിഷയം, നമ്മൾ പണ്ട് കാലങ്ങളിൽ വീട്ടിൽ വിളക്ക് തെളിയിക്കുമ്പോൾ തിരിയായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ഹവനത്തിന് സമീപമായിട്ടുള്ള, അതായത് സമാനമായിട്ടുള്ള ഘടകങ്ങളാണ് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി. കടലാടി, ആല്, പേരാല്, ഇവയുടെയൊക്കെ തൊലി അല്ലെങ്കിൽ കമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് പിരിച്ച്, നമ്മൾ തേങ്ങ തൊണ്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലോണം അടിച്ച് അത് പിരിച്ച് കയറുണ്ടാക്കുന്ന രീതിയിൽ. അപ്പോൾ ആ തിരികൾക്കൊക്കെ ഒരു പ്രത്യേക സാന്നിധ്യമുണ്ട്, പ്രത്യേകിച്ച് വൈബുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ഗുണഗണങ്ങൾ കിട്ടി. ആ വാട്സപ്പ് മെസ്സേജുകളിൽ അത് വളരെ സന്തോഷം തോന്നുന്നു, നിങ്ങളൊക്കെ അത് ട്രൈ ചെയ്തതിൽ. അപ്പോൾ അതേ ഒരു ഘടനയാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ലക്ഷ്മി പ്രാധാന്യത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വാട്സപ്പ് മെസ്സേജ്, ലക്ഷ്മിക്ക്, മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുവാൻ വിളക്ക് എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ലക്ഷ്മി വിളക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിലെന്ത് തിരിയാണ് ഉപയോഗിക്കുക എന്നുള്ള ചോദ്യവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മഹാലക്ഷ്മിയുടെ, അതായത് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയം പത്മമാണ്. പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി എന്നാണ്. കയ്യിലും പത്മം, ഇരിക്കുന്നതും പത്മത്തിലാണ്, പത്മനയനമാണ്. അപ്പോൾ മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടം താമരയാണ്. അപ്പോൾ നാം എന്താ ചെയ്യുക? ആ താമരയുടെ തണ്ട് നമുക്ക് സുലഭമാണ്. അപ്പോൾ താമരയുടെ തണ്ടിൻ്റെ ചീള്, അതിൻ്റെ നാര് എടുത്തിട്ട് ഉണക്കി പിരിച്ച് നമ്മൾ ലക്ഷ്മി വിളക്കിൽ തെളിയിക്കുകയാണെങ്കിൽ ലക്ഷ്മി പ്രീതിക്ക് വേറെ വേണ്ട. നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ അനുഭവപ്പെടും. അതായത് നമ്മൾ താമരയുടെ തണ്ട്, ആ തണ്ടിൻ്റെ നാര് നമ്മൾ എടുത്ത് നല്ല രീതിയിൽ ഉണക്കി പിരിച്ച് അത് നമ്മൾ തിരിയായിട്ട്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ലക്ഷ്മി വിളക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നു. ഒരു ബോളിൽ, അതായത് കട്ടോരി എന്ന് പറയും, ആ കട്ടോരിയിൽ നിറച്ച് കല്ലുപ്പ് പാവുക, അതിൽ കുറച്ച് കുങ്കുമം ഇടുക, ₹1 കോയിൻ തിരിക, വേറൊരു മൺചിരാതിൽ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഈ പറയുന്ന താമരയുടെ നാര് കൊണ്ടുണ്ടാക്കിയ തിരി വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാറ്റം സ്വയം അനുഭവപ്പെടും. ശത്രു സംഹാരമാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കടലാടി ഇതേപോലെ നാരാക്കി
എടുക്കുക. കൂടുതലും തടികൾ ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ഈ പറയുന്ന ഏത് മൂലികമാണോ അതിൻ്റെ തൊലിനാര് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് നല്ല രീതിയിൽ പിരിച്ച് തിരിയാക്കി എടുക്കാം. തണ്ടെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നാൾ നമ്മൾ കൂടുതൽ വെള്ളത്തിലിട്ടാലേ അതിൻ്റെ മൃദുത്വം നമുക്ക് പിരിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ നാര്, അതിൻ്റെ തൊലിയിൽ നിന്ന് എടുക്കുന്ന നാര് തിരിയാക്കി കത്തിച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കൂടുതലെടുക്കും. സോ അതിൻ്റെ നാര്, ഇപ്പോൾ പേരാലാണെങ്കിൽ അതിൻ്റെ തൊലിയിൽ നിന്ന് എടുത്ത് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് പതുക്കെ ഇടിച്ച് അത് പിരിച്ച് തിരിയാക്കി ഉപയോഗിക്കാം. അപ്പോൾ ലക്ഷ്മിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ലക്ഷ്മി വിളക്കിൽ നമ്മൾ തെളിയിക്കുമ്പോൾ ഈ താമരയുടെ തിരി കത്തിക്കുക. താമരയുടെ നാരിൻ്റെ തിരി വെച്ച് കത്തിച്ചാൽ നല്ല ഉപയോഗം ഉണ്ടാവും, നല്ല മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെടും. പക്ഷേ ഇതിൽ ഉപരി നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വൈബ് മാറ്റങ്ങൾ നമുക്ക് പ്രകടമാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും മനസ്സറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന ഓരോ എപ്പിസോഡ് നോട്ടിഫിക്കേഷൻ ചെയ്താൽ നിങ്ങൾക്കത് അലാം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ ഹർ.